1995 ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് വിജയ് മല്യ ശബരിമല ദർശനം നടത്തുന്നു. തുടർന്ന് 4 കിലോ വരുന്ന സ്വർണം അവിടെ കൊടുക്കാൻ തീരുമാനിക്കുന്നു. ആ സ്വർണം അവിടെ കൊടുക്കുമ്പോൾ അവിടുത്തെ ഗാർഡായിരുന്ന വെറും ഒരു ഗാർഡെന്ന് പറഞ്ഞാൽ, ഞാൻ ഗാർഡുമാരെ കൊച്ചാക്കി കാണിക്കുന്നതല്ല, വെറും ഒരു ഗാർഡെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കൊച്ചാക്കി കാണിക്കുന്നതല്ല, തസ്തികയിൽ താഴ്ന്ന തസ്തിക എന്നറിയാൻ വേണ്ടി മാത്രം. ഒരു സുരക്ഷാ ഭടൻ, അതൊരു വളരെ കുറഞ്ഞ ശമ്പളം. അങ്ങനെ വളരെ കുറഞ്ഞ ശമ്പളത്തിൽ ഒരു സുരക്ഷാ ഭടനായി ശബരിമലയിലെത്തിയ പെരുന്ന സ്വദേശിയായ മുരാരി ബാബു എങ്ങനെയാണ് ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിലേക്ക് വളർന്നത്? ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ 30 വർഷക്കാലത്തെ വളർച്ചയുടെ ഇടയിൽ നിരവധി തവണ ഏറ്റുമാനൂർ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയ മോഷണവും കള്ളത്തരവും കാണിച്ചതിന് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട്. മറ്റു പല ക്ഷേത്രങ്ങളിലും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതെങ്ങനെയാണ് ശബരിമലയിൽ ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി എത്തിയത്? പെരുന്നയിലെ NSSൻ്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ കരയോഗത്തിനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭാരവാഹിയാണെന്ന് പറയുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമാണ് സുകുമാരൻ നായരും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഡീൽ എന്താണ്? ഇത്തരം ഡീലുകളിൽ ശബരിമല സ്വർണത്തിൻ്റെ കവർച്ചയിൽ പങ്കുണ്ടോ? മുരാരി ബാബു ആരുടെ ബിനാമിയാണ്? ഇതൊരു വലിയ ചോദ്യമാണ്. സാധാരണ ഗാർഡായി, പിന്നെ LD ക്ലാർക്കായി, UD ക്ലാർക്കായി, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വളർന്ന് സൂപ്രണ്ടായി ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിലെത്തി, വളരെ ഉയർന്ന പോസ്റ്റിലെത്തി, പദവിയിലെത്തി 30 വർഷം കൊണ്ട്. മുരാരി ബാബുവിന് ഇത് മുഴുവൻ കഥകളും അറിയാം. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മുഴുവൻ ഷെയ്ഡി ക്യാരക്ടറാണ്. ശബരിമലയിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെടുത്തി പിടിക്കാതിരുന്നുവെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ഈ ക്ഷേത്രങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെടുത്തി തുടരുമായിരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ കൊള്ളയുമായി ബന്ധപ്പെടുത്തി പുള്ളിയെ പിടിച്ചതിന് ശേഷം പുള്ളിയാണിത് ചെയ്തതെന്നറിഞ്ഞതിന് ശേഷവും തുടരാൻ അനുവാദം കൊടുത്തു. പല ക്ഷേത്രങ്ങളിലും പുള്ളി, വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പ്രവർത്തിച്ചിരുന്നതായി പറയുന്നു, ഏറ്റുമാനൂർ പ്രവർത്തിച്ചിരുന്ന പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ മുരാരി ബാബുവിൻ്റെ കരങ്ങളുണ്ട്. ആരാണ് ഈ മുരാരി ബാബു? എങ്ങനെയാണ് ഇത്രയും സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലാണ് നമ്മൾ തുടങ്ങിയതെങ്കിൽ പോറ്റി എത്രയോ ചെറുതാണ്. പോറ്റി ആദ്യം മുതലേ പറഞ്ഞല്ലോ, ഞാൻ ചെറിയ മീനാണ്, നെത്തോലിയേക്കാൾ ചെറിയ മീനാണ്. ശരിയാണ്. മുരാരി ബാബുവിൻ്റെ കൃത്യമായി 30 വർഷത്തെ അക്കൗണ്ടും മറ്റു കാര്യങ്ങളുമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. മുരാരി ബാബു ആർക്കൊക്കെ പണം അയച്ചിട്ടുണ്ട്? ആരൊക്കെ മുരാരി ബാബുവിന് പണം അയച്ചിട്ടുണ്ട്? ഇതിൽ NSSൻ്റെ ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കളുടെ പേരുകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ആരുടെയും പേര് പറയുന്നില്ല. NSSൻ്റെ ജനറൽ സെക്രട്ടറിയുടെ പേര് വരെ വളരെ കൃത്യമായി മുരാരി ബാബുവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പോസ്റ്ററുകളും പരാമർശങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമാണ്. അപ്പോൾ മുരാരി ബാബു വളരെ ഗുരുതരമായൊരു കഥാപാത്രമാണ്. ഇനിയുള്ള അടുത്ത കഥാപാത്രമാണ് കൽപേഷ്. കൽപേഷ് എന്ന് പറയുന്ന ആൾ ആരാണ്? ഈ കൽപേഷ് ഇന്ന് ബെല്ലാരിയിലുള്ള ജുവലറിയിൽ നിന്ന് 400 ഗ്രാം സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയെന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന 400 ഗ്രാം സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി സ്വർണം എവിടെ? ഈ 400 ഗ്രാം തന്നെയാണോ യഥാർത്ഥ സ്വർണം? അതോ തൂക്കം 400 പറയുന്നു, ശബരിമലയിൽ നിന്നെടുത്ത സ്വർണം മറ്റുള്ളവർക്ക് കൈമാറിയിട്ടുണ്ടോ? അത് ദിവ്യത്വമുള്ള സ്വർണമാണ്, ദേവൻ്റെ സ്ഥലത്തിരുന്ന സ്വർണമാണ്, അത് കൈമാറിയിട്ടുണ്ടോ? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. മുരാരി ബാബുവിൽ നിന്ന് അടുത്ത് ആരാണ്? അടുത്ത സ്രാവ് ആരാണ്? വമ്പൻ സ്രാവുകൾ ഏതൊക്കെയാണ്?